കോഴിക്കോട് വടകരയിലെ MDMA പണമിടപാട് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. കസ്റ്റഡി അപേക്ഷ വടകര NDPS കോടതി ഉടൻ പരിഗണിക്കും. കേസിലെ പ്രതികളായ അധ്യാപികമാരെയും ഡെലിവറി ബോയ് ജിജിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. രമ്യദാസാണ് ചേരുന്നത്. രമ്യ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ആര്യ, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വടകര MDMA കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ലഹരി കച്ചവടവും അതുപോലെ തന്നെ പണമിടപാടുമാണ്, കോടികളുടെ പണമിടപാടുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസിന് ഇനിയും, അതായത് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പിടിയിലായ അധ്യാപികമാരുണ്ട്, 3 അധ്യാപികമാരുണ്ട്, മറ്റു 2 വ്യക്തികളുണ്ട്, ഡെലിവറി ബോയ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 5 പേരെയും പോലീസിന് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം വലിയ തോതിലുള്ള ലഹരി ഇടപാടും പണമിടപാടുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതായത് കേരളത്തിന് പുറത്തുനിന്നും വലിയ രീതിയിലുള്ള പണമൊഴുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടാതെ തന്നെ ഇതിൽ ലഹരി കേസിൽ പ്രധാന പ്രതിയായിട്ടുള്ള വയനാട് സ്വദേശി ഷിൻഡോ ഷിബോ നിലവിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഇയാൾക്കുള്ള അന്വേഷണമെല്ലാം പോലീസ് ഊർജിതമായി അന്വേഷിക്കുകയാണ്, ഇയാളെ കണ്ടെത്തുന്നില്ല. കാരണം ഇയാൾ കർണാടകത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് സൂചനയെല്ലാം പോലീസിനുള്ളത്. ഇയാൾക്ക് കണ്ടെത്തുന്നതിനായിട്ട് ലുക്കൌട്ട് നോട്ടീസും ഉൾപ്പെടെ ഉടൻ തന്നെ പുറപ്പെടുവിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലഹരി കേസിന്റെ കൂടുതൽ തുടർ നടപടികൾ പോലീസ് നടത്തിക്കൊണ്ടുവരികയാണ്. കാരണം നമുക്കറിയാം, ഈ ഇത്തരത്തിൽ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യഘട്ടത്തിൽ പിടിയിലാവുമ്പോൾ ഒരാളിലേക്കോ അല്ലെങ്കിൽ 2 പേരിലേക്കൊക്കെ ചുരുങ്ങി പോകാറുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 3 അധ്യാപികമാർ കുടുങ്ങുന്നു, ഡെലിവറി ബോയ് കുടുങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് വലിയൊരു ശൃംഖല ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ശക്തമാക്കാൻ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനമുള്ളത്. അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട, കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ടാണ് ഇത്തരത്തിൽ. അപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുക്കാൻ, അല്ലെങ്കിൽ ഇവരെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായിട്ടുള്ള അപേക്ഷ കോടതിയിൽ നൽകി കഴിഞ്ഞു. വടകര NDPS കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പുരോഗമിക്കുന്നത്. ഇതിനുശേഷം മാത്രമാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ഇവരിൽ നിന്നും ചോദിച്ചറിയേണ്ടത്. അപ്പോൾ ഇതിന്റെ നടപടികളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാവ്യ, കീർത്തന, അതുപോലെ തന്നെ ഏറ്റവും അവസാനം പിടിയിലായ അധ്യാപിക അനീഷ്മ, ഇവരുടെ അക്കൗണ്ടുകൾ, അതുപോലെ തന്നെയാണ് ഈ ഡെലിവറി ബോയ് ആയിട്ടുള്ള ജിജിൽ, ഇവരുടെ അക്കൗണ്ടുകളിലൂടെയൊക്കെയുള്ള ഒരു വർഷത്തിനിടെ കോടികളുടെ പണം ഒഴുകിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് ഇവരുടെ ഫോണുകളെല്ലാം ഡിജിറ്റൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ATM-കൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. കാരണം ഈ ATM-കൾ പണമെടുത്ത ആളുകളും ഈ കേസിൽ കുടുങ്ങുമെന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിന്റെ കണ്ണികൾ, വലിയൊരു ശൃംഖല തന്നെ ഈ ഒരു ലഹരി ഇടപാടിൽ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘം. ഇതിന്റെ തുടർ നടപടികളെല്ലാം നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റു പ്രതിയായ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഇതിൽ ഷിൻഡോ ഷിബു. ഈ ഷിൻഡോ ഷിബു ആണ് വലിയ തോതിലുള്ള ലഹരി കച്ചവടം നടത്തുന്നത്. ഇവർക്കെല്ലാം തന്നെ ലഹരി എത്തിച്ചു നൽകുന്നതും. ഇയാളെ പിടികൂടാനുള്ള നടപടികളും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള അല്ലെങ്കിൽ വലിയ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകും. രമ്യദാസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.